വിനീഷ് ഫോഗട്ട് വിഷയത്തിൽ രാഷ്ട്രീയ പോരും മുറുകുന്നു. ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിലെ വിനീഷ് ഫോഗട്ടിന്റെ അയോഗ്യത ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ബഹളത്തിനിടയിൽ രാജ്യസഭയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. വിഷയത്തിൽ ചർച്ച അനുവദിക്കാത്ത ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പ്രതിപക്ഷത്തോട് കയർത്ത് സഭ വിട്ടു. പ്രതിപക്ഷം പ്രതിഷേധിച്ച് സഭ വിട്ടിറങ്ങി. അതേസമയം വിനീഷ് ഫോഗട്ടിനെ രാജ്യസഭാ അംഗമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ ആവശ്യപ്പെട്ടു. You are shouting at the chair. I condemn your action. രാജ്യസഭയിൽ നടപടികൾ തുടങ്ങിയ ഉടൻ വിനേഷ് ഫോഗാട്ടിന്റെ അയോഗ്യത ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തി. സർക്കാർ ഏതു വേദിയിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാടാണ് വിനേഷ് ഫോഗാട്ട് വിഷയത്തിൽ സ്വീകരിച്ചത്. പ്രതിപക്ഷം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് മന്ത്രി ജെ.പി. നദ്ദ രാജ്യസഭയിൽ പറഞ്ഞു. അയോഗ്യതയ്ക്ക് പിന്നിൽ എന്തെന്നറിയണമെന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. എന്നാൽ ചർച്ചയില്ലെന്ന് ചെയർമാൻ ജഗദീപ് ധൻഖർ അറിയിച്ചു. മുദ്രാവാക്യം മുഴക്കിയ തൃണമൂൽ എം പി ഡെറിക് ഒബ്രയാനെ ചെയർമാൻ ശാസിച്ചു. പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജഗദീപ് ധൻഖർ പ്രതിപക്ഷത്തിന്റെ നടപടി വേദനിപ്പിച്ചെന്നും നിരന്തരം അപമാനിക്കുകയാണെന്നും പറഞ്ഞു. അദ്ദേഹം ഇനി നടപടികൾ തുടരാനാവില്ലെന്ന് വ്യക്തമാക്കി സഭ വിടുകയും ചെയ്തു. पर मुझे जो आज मैंने देखा है, जिस तरीके का व्यवहार सदस्य ने किया है, शारीरिक रूप से किया है, जिस तरीके का व्यवहार इधर से भी हुआ है, मैं कुछ समय के लिए यहाँ बैठने में अपने आप को सक्षम नहीं पा रहा हूँ. मैं दुखी मन से नमस्कार ുമെന്ന് മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഹരിയാന സർക്കാർ അതിന് മുൻകൈയെടുത്താൽ അത് മറ്റു കായിക താരങ്ങൾക്കും കരുത്താകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ രാഷ്ട്രീയ പോരാണ് ഹൂഡയുടെ പരാമർശത്തിന് പിന്നിലെന്ന് വിനേഷിന്റെ അമ്മാവൻ മഹാവീർ ഫോഗട്ട് പ്രതികരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡലിനായിട്ടുള്ള മത്സരം തുടരുകയാണ്. സ്പെയിനും ഇന്ത്യയുമാണ് മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി തുല്യ നിലയിലാണ്. മലയാളി താരം ശ്രീജേഷിൻ്റെ കരിയറിലെ അവസാന മത്സരം കൂടിയാണ് ഇത്. 20 വർഷത്തോളം നീണ്ട ശ്രീജേഷിൻ്റെ കരിയറിനാണ് ഈ മത്സരത്തോടെ അവസാനമാകുന്നത്. ഒളിമ്പിക്സിന് തൊട്ടുമുമ്പേ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു.